നമുക്ക് ഇപ്പോൾ 10-ാം തീയതിയാണ് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. നേരത്തെ തന്നെ അതിന്റെ സൂചനകൾ വന്നിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം ഈ വരുന്ന ഞായറാഴ്ച, ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, വെള്ളി ശനി ദിവസങ്ങൾ കഴിഞ്ഞാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. തീരുമാനം 10-ാം തീയതിയോടെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച ACC പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ സാധ്യതകളും 2 വിഭാഗങ്ങളിലേക്കായി മാറിക്കിടക്കുന്നു എന്നാണ് പൊതുവിൽ പറയുന്നത്. അതിൽ ഭൂരിപക്ഷം സാധ്യതയും ACCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് എന്ന് കരുതുന്നവരുണ്ട്. അതല്ല, ഈ പട നയിച്ചത് VD സതീശനാണ്, അതുകൊണ്ട് പട നയിച്ചയാൾ നാട് ഭരിക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അവർ VD സതീശൻ മുഖ്യമന്ത്രി എത്തുമെന്ന് കരുതുന്നു. സീനിയോറിറ്റിയും അതോടൊപ്പം ഭരണപരിചയവും ഒക്കെ പരിഗണിക്കപ്പെടുമ്പോൾ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹമാണ് സർവ്വതാ യോഗ്യൻ എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ 3 വിഭാഗമായി തിരിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിലുള്ള തർക്കത്തിൽ. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിൽ ചേർന്നു. അത് AICC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ പ്രസിഡന്റ് തീരുമാനിക്കട്ടെ ആരാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പ്രമേയം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം MLA-മാർ ഒറ്റയ്ക്കൊണ്ട് അവരുടെ അഭിപ്രായവും അവരുടെ ആഗ്രഹവും എന്താണെന്ന് AICC നിയോഗിച്ച നിരീക്ഷകർ കണ്ടെത്തുന്നു. അങ്ങനെ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ അന്തിമ തീരുമാനം വരാൻ പോകുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അറിയാൻ കഴിയും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലുള്ള തീരുമാനം വരാനിരിക്കുന്നു. ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തും. പക്ഷേ അവരൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ അവർക്ക് അവസരമില്ല. ലീഗിന്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനം എന്നുള്ളതാണ്. അത് വ്യക്തമായും സൂചന നൽകുന്നത് VD സതീശനുള്ള പിന്തുണ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ AICCയുടെ സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ക്ലെയിമിനെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ സ്വാധീനം ദേശീയ നേതൃത്വത്തിലുള്ള KC വേണുഗോപാലിന് സാധ്യത കൂടുതലാണ് എന്ന് കരുതുന്നവരുണ്ട്. രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുടെ കാര്യത്തിൽ, അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ, ഭരണപരിചയത്തിന്റെ കാര്യത്തിലൊക്കെ രമേശ് ചെന്നിത്തലയെയും മാറ്റി നിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. ഷാഫി സംസാരിക്കും. MLA-മാർ ഒറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടും. പക്ഷേ MLA-മാർ ആരും തന്നെ പുറത്തു വന്ന് തങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു, ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നൊന്നും പറയാൻ പോകുന്നില്ല. നേരത്തെ നമ്മളത് കണ്ടതാണ്. സന്ദീപ് വാര്യർ പുറത്തു വന്നപ്പോഴും സന്ദീപ് വാര്യർ പറഞ്ഞത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നിലയിൽ നിരീക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞില്ല എന്നൊന്നും ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നില്ല എന്നാണ്. സ്വാഭാവികമാണ്, പാർട്ടിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അവരെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും കാണുന്നത്. അവരിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ K സുധാകരൻ MP അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ പിന്തുണ AICC സംഘടനാകാര്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ്. KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളും ശക്തമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ മണിക്കൂറുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.